മോളെ മോളെ പവി പവി നീ എഴുന്നേറ്റോ? ആഹാ, എഴുന്നേറ്റിരിക്കുമായിരുന്നോ? എന്നാ മോള് പോയി കുളിച്ച് ഫ്രഷ് ആയി താഴേക്കുവാ. അവിടെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് നിൻ്റെ കല്യാണം കൂടാനായിട്ട്. പിന്നെ പവി, ഇന്ന് കുളിക്കാനായിട്ട് കടവിൽ പോകണ്ട കേട്ടോ. ഇന്നലെ രാത്രി മഴ പെയ്തിട്ട് അവിടെ മൊത്തം വഴക്കലായിട്ട് കിടക്കുക. അതുകൊണ്ട് മോളിന്ന് അകത്തുനിന്ന് കുളിച്ചാൽ മതി. ഞാൻ തോർത്തും സോപ്പും ഒക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. ആ, എന്നാൽ വേഗം ആയിക്കോട്ടെ. അങ്ങനെ വളരെ സമാധാനവും ശാന്തതയും നിറഞ്ഞ സംഭാഷണത്തിനൊടുവിൽ ആ കമ്പനിയുടെ ഡീല് ഞങ്ങൾക്ക് തന്നെ കിട്ടി. അതേതായാലും നന്നായി. അല്ലെങ്കിൽ നിങ്ങളെ കണ്ടാലേ അറിയാം നല്ല ബിസിനസ് മൈൻഡുള്ള പിള്ളേരാണ്. അതെ അതെ, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഭാഗ്യം നിങ്ങളെപ്പോലെ 2 മക്കളെ കിട്ടിയത്. അതെ അതെ. ഓ, എനിക്കും ഉണ്ടൊരു സന്താനം. ദൈവമേ, ആ കാലമാടനിപ്പോൾ എവിടാന്നും പോലും അറിയത്തില്ല. അതെന്താ അറിയാത്തെ? അത് ഇങ്ങേരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ അവൻ എവിടെ നിന്ന് ഇങ്ങേർക്ക് അറിയില്ലായിരിക്കും. പക്ഷെ അവൻ എന്നും എന്നെ വിളിക്കലുണ്ട്. ഓ പിന്നെ, ഇനി എല്ലാം കൂടി എൻ്റെ മണ്ടക്കിട്ടോ. അവൻ്റെ കയ്യിലിരിപ്പ് വളരെ നല്ലതായിരുന്നല്ലോ. സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് എഴുന്നള്ളാൻ പോലും തമ്പ്രാനിപ്പോൾ നേരെ ഇല്ലാണ്ടായി. മനുഷ്യ, വെറുതെ എൻ്റെ വായിരിക്കുന്ന കേൾക്കരുത്. ഞാൻ ചത്ത എൻ്റെ ശവം പോലും കാണാൻ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് ചെറുക്കനെ ഇറക്കി വിട്ടിട്ട് കല്യാണത്തിന് വരാത്തതാ കുറ്റം. അങ്ങേര് വലിയ പുണ്യാളൻ. അതിനിപ്പോൾ ഞാൻ ചത്തിട്ടുമില്ല, എൻ്റെ ശവം കാണാനും അല്ല അവനെ വിളിച്ച്. പിന്നെന്താ, അവന് വന്നൂടെ? മനുഷ്യ, തിളച്ച ചായയാണ് എൻ്റെ കൈയിരിക്കുന്നത്. ഞാൻ എടുത്ത് തലവഴി ഒഴിക്കും. ഓ പിന്നെ, എൻ്റെ കൈ മാങ്ങ ഉറക്കാൻ പോവാണല്ലോ. അല്ലെങ്കിലും അവനെ പറഞ്ഞാൽ നിനക്ക് പൊള്ളൽ കുറച്ച് കൂടുതലാണ്. കുറേ നാളായി നല്ലൊരു അടി കണ്ടിട്ട്. ഒന്നും മിണ്ടാതിരിക്കടാ. അല്ല, ഇവര് ഇതാരെ പറ്റി പറഞ്ഞ അടി ഉണ്ടാക്കുന്നേ? അത് ഇവർക്ക് ഒരു മോനുണ്ട്, വിശ്വ. ഒരു 3-4 കൊല്ലം മുന്നേ ചെക്കൻ ഇവിടെ നിന്ന് തല്ലുണ്ടാക്കി നാട് വിട്ടതാ. വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. അച്ഛനും മോനും തമ്മിലുള്ള ഒരു ചെറിയ സൗന്ദര്യ പണക്കാം. പക്ഷെ അവനത് സീരിയസ് ആക്കി. ഇപ്പോൾ US-ലോ പാരീസിലോ അവിടെ കണ്ടാണ് കക്ഷി. ആളിപ്പോൾ നല്ല ബിസിനസ്മാനാണ്. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. അളിയാ, ദേ മതി, നിർത്ത്. ഇനി അതും പറഞ്ഞ് നിങ്ങൾ 2 കൂടി അടിയാവണ്ട. നീ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. ഓ പിന്നെ, ഇല്ലേലും ഇയാളെന്ന് പിടിച്ചങ്ങ് മൂക്കി കയറ്റിയാനാ. ഒന്ന് പോടോ. അല്ല, മക്കളെ ചായ കുടിക്കേ. ആൻറ്റി, എടാ, ഇവിടെ ഉള്ളവർ നമ്മളെയൊക്കെ കച്ചറയിടാം. അതിന് നിനക്കെന്താ? നമ്മളിവിടെ ആരെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കാനല്ലല്ലോ വന്നേ. മോള് വന്നല്ലോ. ദേ ഇതാണ് എൻ്റെ മോള് പത്മ. ഇവളുടെ കല്യാണം നടക്കാൻ പോകുന്നത്. ഇതയാളല്ലേ ഇന്നലെ രാത്രി? അല്ല, ഇതെന്താ ഇവിടെ? ഇനി ഇന്നലെ പറഞ്ഞതെല്ലാം സത്യാവോ?
ഓ, അപ്പം ഇതാണ് മോൻ്റെ താമര. എന്തായാലും കൊള്ളാം. ഐ മീൻ, നിനക്ക് നല്ല ചേർച്ചയുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോളെ, ദേ ഇതാ അച്ഛൻ്റെ ഫ്രണ്ട്സ്. നിന്റെ കല്യാണം കൂടാൻ വന്നവരാ. മുംബൈയിൽ വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നവരാ. അതെ അതെ. അല്ല, താനെന്ത് ചെയ്യുമോ? പഠിക്കുവാണോ അതോ ജോബാണോ? എൻ്റെ അമ്മോ, ഞാനൊന്നും മിണ്ടാൻ വരുന്നില്ലേ? അല്ല, പറഞ്ഞ പോലെ താനെന്ത് ചെയ്യുമോ? ഷടാ, ഇത് തന്നെയല്ലേ ഞാനും ചോദിച്ചേ. അത് പിന്നെ മോള് ഇവിടെ MBBS PG ചെയ്യുക അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിലെ. ഓ, അപ്പോൾ ഡോക്ടറാണല്ലേ? ആ അതെ. എടാ, അപ്പം നീ ഇനി തല്ലുകൊണ്ടിടുന്നാലും ആശുപത്രി പോകണ്ടടാ, നോക്കാനാളായില്ലേ? ഇതേ, നീ ഇനി മിണ്ടാതിരുന്നില്ലേ? അറിയാലോ. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ലേ? അല്ല, എന്താ രണ്ടുപേരും കൂടി ഇങ്ങനെ പെറുപിറുക്കുന്നേ? അല്ല, പത്മ ഇതുവരെയായിട്ടൊന്നും സംസാരിച്ചില്ല. അല്ല, എന്താ സംസാരിക്കാത്തതെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അത് പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. വാട്ട്? ആ അത് പിന്നെ കുഞ്ഞിലെ ഒരു ഷോക്ക് ഉണ്ടായതാ. പിന്നെ അതിന് ശേഷം മോളൊന്നും സംസാരിച്ചിട്ടില്ല. സോറി, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ ശരിയാ, നിങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നോ? എന്തായാലും ഇനി ബാക്കി കഴിച്ചിട്ടാണ് സംസാരം. ആ ആ, അല്ല അല്ല അശ്വതി, അവളെ കണ്ടില്ല, ഇവിടെ ഇല്ലേ? ആ, മോളും മായയും കൂടിയിട്ട് രാവിലെ അമ്പലത്തിൽ പോയതാ. ആ, ദേ വന്നൂലോ. സ്റ്റീഫനോ? ഇവനെന്താ ഇവിടെ? ദൈവമേ, ഇന്നലെ ഞാൻ വീട്ടിൽ പറയണമെന്ന് പറഞ്ഞത് ഇവ ഇത്ര സീരിയസ് ആക്കി എടുത്തോ? എന്നാ തീർന്ന്. അല്ല കൃഷ്ണേട്ടാ, ഇവരൊക്കെ ആരാ? ആ, അത് പിന്നെ അച്ഛൻ്റെ. അത് പിന്നെ അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. എന്തിന്? അത് പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ പറയണമെന്ന് വെച്ച് വന്നത് തന്നെയാ. പക്ഷെ പറയാൻ വച്ചെന്നോ? എന്ത്? അല്ല, ഇവളിതെങ്ങോട്ടായി പറഞ്ഞു പോകുന്നേ? പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നതിന് മുന്നേ ഇവൻ വന്ന് ഇവിടെ ഇങ്ങനൊന്നും പറയുമെന്ന് ഞാൻ വിചാരിച്ചല്ല. അയ്യോ, അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കുക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ. അയ്യേ, ഈ പൊട്ടത്തി ഇതെന്തോന്നാ ഈ വിളിച്ചു പറയുന്നേ? ആ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതിനടുത്ത് പറഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. അതിനെന്താ മോളെ, അവര് പത്മയുടെ കല്യാണം കൂടാൻ വന്നതല്ലേ. അതിനിപ്പോ എന്താ? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? കല്യാണം കൂടാനോ? ഇവനോ? ആ, മുംബൈയിൽ നിന്നൊന്നും നിന്റെ ഫ്രണ്ട്സ് അല്ലേ ഇവര്? അപ്പൊ ഈ പന്നിയൊന്നും പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണാവോ ഞാൻ ഇവിടെ കിടന്ന് ഈ തുള്ളൽ മൊത്തം കാണിച്ചേ? ആണോടി, നിന്റെ ഫ്രണ്ട്സ് ആണോ ഇവര്? ആ അതെ, എൻ്റെ ഫ്രണ്ട്സാ. മുംബൈയിൽ നിന്ന് ഫ്രണ്ട്സേ. പിന്നെ എന്തിനാണാവോ ഇവിടെ കിടന്ന് ഇത്രയും പ്രഹസനം കാണിച്ചേ? അത് പിന്നെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് കുറെ നാളായില്ലേ, അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ. അതിന് ആരേലും ഇങ്ങനെ കരയൂ? പിന്നെ കേട്ടിട്ടില്ലേ, ആനന്ദാശ്രു. പക്ഷെ നിന്റെ ഈ പ്രഹസനം കണ്ടു കഴിഞ്ഞാൽ നിന്റെ കള്ളക്കാമുകൻ വീട്ടിൽ വന്ന് പെണ്ണാലോചിച്ച് അന്നേ തോന്നത്തോളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, ഇങ്ങനെ രണ്ട് ഫ്രണ്ട്സിനെ പറ്റി നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ മമ്മി, ആക്ച്വലി. ആരാടാ നിന്റെ മമ്മി? അത് പിന്നെ അച്ഛൻ്റെ മമ്മി എന്ന് പറയുമ്പോൾ എൻ്റെ മമ്മിയാണ്. ഓ, തെണ്ട് നശിപ്പിച്ച്. എന്താന്ന്? അല്ല, അത് പിന്നെ അമ്മേ, ഞങ്ങൾ അശ്വതിയുടെ അത്ര അടുത്ത സുഹൃത്തുക്കളൊന്നും അല്ലായിരുന്നു. അവളെ മുംബൈയിൽ പഠിച്ചപ്പോൾ കോളേജിൽ ജസ്റ്റ് ക്ലാസ്മേറ്റ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പറയത്തക്ക ബന്ധമൊന്നുമില്ല. അതാ ചിലപ്പോൾ അവൾ പറയാണ്ടിരുന്നേ. ഇതെന്താടാ നിന്നെ ഇങ്ങനെ നോക്കുന്നേ? അത് എനിക്കെങ്ങനെ അറിയാനാ? അവരോട് ചോദിക്കേ. അല്ല, മോൻ്റെ പേരെന്താ? സ്റ്റീഫൻ. ഓ, നിന്റെ അല്ലടാ കുരുട്ടടക്കേ. ദേ ഈ മോൻ്റെ. ആ, എൻ്റെയോ? എസ്ര എബ്രാഹിം ഖുറേഷി. ഓ, ക്രിസ്ത്യൻ ആണല്ലേ? ആ. അല്ല, മോൻ പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ചപ്പോൾ എൻ്റെ മോൻ വിളിക്കുന്ന പോലെ തോന്നി. അവനും ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ മോൻ്റെ ഈ പ്രായം ഉണ്ടായിരുന്നേനെ. ശരിയല്ലേ, ഞാനും വന്നപ്പോഴേ ശ്രദ്ധിച്ചതാ. ഇവന് ആദിയുടെ നല്ല ചായ ഉണ്ട്. അല്ല, മോന് എന്താ പറ്റിയേ? അത് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? അതെ അതെ, അതൊക്കെ വിട്ടേക്ക്, വെറുതെ സെൻറ്റി അടിക്കണ്ട. എല്ലാവരും വാ, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാം.
കോപ്പേ, നിനക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടെങ്കിലും വന്നൂടെ? ഞാനിപ്പോ ഇവിടെ എല്ലാം കൂടി വിളിച്ചങ്ങ് പറഞ്ഞേനെ. അല്ല, എന്നെ കണ്ടപ്പോ തന്നെ എല്ലാം കൂടി വിളിച്ചു പറയാൻ നിന്നത് എന്തിനാ നീ? പിന്നല്ലാതെ, നീ ഇവിടെ എന്നെ കാണാനല്ലാതെ വരലില്ലല്ലോ. ശരിയാണല്ലോ. അല്ല, നീ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയേ? ഈ പറഞ്ഞതൊന്നും മോളുടെ ചെവിയിലോട്ടല്ലേ കയറിയത്. ഞങ്ങൾ കല്യാണം കൂടാനാണ് വന്നത്. സ്റ്റീഫ, എന്നെ വെറുതെ വട്ടാക്കരുത്. എന്നെ കണ്ടിട്ട് പൊട്ടത്തിയായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? അതിന് തോന്നാൻ എന്തിരിക്കുന്നു? പൊട്ടത്തി തന്നെ, ലോക പൊട്ടത്തി. ഓ, ഇവനെ ഇന്ന് ഞാൻ... അശ്വതി, തർക്കിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. അവൻ പറഞ്ഞല്ലോ ഞങ്ങൾ കല്യാണം കൂടാനാണ് വന്നത്. അതിൽ കൂടുതൽ താനൊന്നും അറിയണ്ട. അല്ല, അതെങ്ങനെ ശരിയോ? അത് പറയാൻ താനാരാ? എന്താ, നിനക്ക് അറിയണമെന്ന് അത്ര നിർബന്ധമാണോ? എന്നാൽ ഞാൻ അറിയിച്ചു തരാം. ഓ, ഈ വടല ചോദിച്ചു മേടിക്കുമല്ലോ. എസ്ര, വേണ്ട, നീ വിട്ടേക്ക്. ഞാൻ ഇവളുടെ കാര്യം നോക്കിക്കോളാം. ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. സ്റ്റീഫ, നിന്റെ പെണ്ണായിപ്പോയി. ഇല്ലെങ്കിൽ ഇവളിപ്പോൾ ഭിത്തിയിലിരുന്നേനെ. ഓ പിന്നെ, ഇയാൾ കുറെ ഒലത്തും. എൻ്റെ പൊന്നച്ചു, നീ കുറച്ച് നേരത്തേക്ക് ആ വാം ഒന്ന് അടച്ചു വയ്ക്ക്. എസ്ര, നീ പൊയ്ക്കോ, ഞാൻ ദേ വരുന്നു. എൻ്റെ പൊന്നു മോളെ, നിനക്കെന്താ? നീ കുറച്ച് ദിവസത്തേക്ക് ആ വാവ് ഒന്ന് അടച്ചു വയ്ക്ക് പ്ലീസ്. ബാക്കിയൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഓ, അല്ലെങ്കിൽ എന്റെ വാ അടപ്പിക്കാനാണല്ലോ ധൃതി. നീ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചോളാം കേട്ടാ. ഓ, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. ഞാൻ പറഞ്ഞ പോലെ നീ കേൾക്കാൻ പോകുന്നില്ലല്ലോ. പക്ഷെ വാക്കല്ലാതെ അവൻ്റെ മുന്നിൽ അങ്ങനെ ചെന്നുപെട്ടാ ബാക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ സ്വഭാവം അങ്ങനെയാ, അത് ഓർത്താ മതി. ഓ പിന്നെ, നിനക്ക് അവനെ പേടിയായിരിക്കും. പക്ഷേ എനിക്കതില്ല. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓ, എല്ലാം കണക്കാ. എൻ്റെ പൊന്നു ദൈവമേ, ഇതൊക്കെ എങ്ങനെയാണാവോ കറക്റ്റായിട്ട് എൻ്റെ തലയിൽ തന്നെ വന്ന് പെടുന്നത്? അല്ല, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പിന്നെ എല്ലാം അടിപൊളി ഫുഡ്. അത് പിന്നെ അങ്ങനല്ലേ വരൂ. എൻ്റെ പെണ്ണുമ്പിള്ളല്ലേ ഉണ്ടാക്കിയത്. ആ, എന്നാ പിന്നെ ഇതാ ഈ കേസരിയോട് കഴിക്കേ. ഇതാ മോനെ, നീ എടുത്ത് കഴിച്ചോക്ക്. ഇത് മോളുണ്ടാക്കിയതാ. ഇല്ല ആൻറ്റി, അത് പിന്നെ അവനങ്ങനെ സ്വീറ്റ്സ് ഒന്നും കഴിക്കാറ്. ഓ, ഇപ്പോഴേ ശീലങ്ങളൊക്കെ മാറ്റി തുടങ്ങിയല്ലേ. കൊള്ളാം കൊള്ളാം. ദൈവമേ, ഇയാളെന്തിനാ ഇങ്ങനെ നോക്കണേ? ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. അല്ല, ഞാനെന്തിനാ പേടിക്കണേ? അതിന് ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലല്ലോ. മതി ചിന്തിച്ച് കൂട്ടിയത്. നീ എന്താ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമോളെ. പക്ഷേ നീ സാക്ഷാത് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ആ താമര ഈ സൂര്യനുള്ളത് തന്നെയാണ്. ഇവനും ഫുഡാണോ കഴിക്കുന്നത് അതോ കണ്ണും കൊണ്ട് അവളെയാണോ? എടാ മതി, ഒരു മയത്തിലൊക്കെ നോക്ക്. ഈ നോട്ടം കണ്ട അവൾ ഇവിടെ തന്നെ പെറൂല്ലോ. നിന്റെ കയ്യിലിരിപ്പ് വെച്ചിട്ട് ആരാ പറഞ്ഞെന്ന് നമുക്ക് കണ്ടറിയാം. അവൻ ആക്കിയതാണോ? ആയിരിക്കില്ല. എന്നാ പിന്നെ ഞാനും ഒന്ന് നോക്കിയേക്കാം. എന്താടാ കോഴിക്കുഞ്ഞ് നോക്കുന്നേ? കോഴിക്കുഞ്ഞ് നിന്റെ സ്വന്തം മംഗലത്ത് കൃഷ്ണൻ നായർ. എന്നാരണ്ട് വിളിച്ചല്ല. മോൻ എഴുന്നേറ്റോ? ഇതാ കുറച്ചുകൂടെ കഴിക്കേ. വേണ്ട ആൻറ്റി, ഇത് മതി. ആൻറ്റി അല്ല, മോൻ അമ്മാന്ന് വിളിച്ചാൽ മതി. പിന്നെ ഇതും കൂടി കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. ഡാ മക്കളെ, നിങ്ങൾക്ക് മുകളിൽ ചെന്നില്ലല്ലോ റൂം സെറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടൊക്കെ താഴോട്ട് വാ. ശരി അങ്കിൾ. എന്നാൽ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എല്ലാവരും താഴെ തന്നെ ഉണ്ട്. അങ്ങനെ വീട്ടിൽ കയറി പറ്റിയത് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അല്ല, ഇനി എന്താ പ്ലാൻ? എടാ, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്കുക. എന്താണെന്നറിയില്ല, പക്ഷെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം. എനിക്ക് വേണ്ടത് എന്തൊക്കെയോ ഞാൻ നഷ്ടപ്പെടുത്തുമെന്നൊരു തോന്നൽ. ഈ തറവാട്, ഇവിടെ ഉള്ളൊരു സംതിങ് റിയലി ഹോൾഡിങ് മീ ബാക്ക്. ആൻഡ് പത്മ, എനിക്കറിയില്ല, എൻ്റെ മനസ്സ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതുവരെയും ഇല്ലാത്തൊരനുഭവം. നോ, ഐ ഡോണ്ട് നോ, ഷുഡ് വി ഗോ ബാക്ക്? തിരികെ പോവാനോ?
അല്ല, ആരാ ഈ പറയുന്നേ? മുന്നോട്ടെടുത്ത് വെച്ച കാല് പിന്നോട്ടെടുക്കാത്തവനാ നീ. നിനക്ക് എന്താ പറ്റിയേ? നീ പറയടാ. ഇമോഷൻസ്, അറ്റാച്ച്മെൻറ്റ്സ്. വാട്ട്? അതും ഇതുമായിട്ട് എന്താടാ ബന്ധം? നമ്മളെപ്പോലുള്ളവർക്ക് ഇമോഷൻസ് ആൻഡ് അറ്റാച്ച്മെൻറ്റ്സ് പാടില്ല. പ്രത്യേകിച്ച് എന്നെപ്പോലൊരുത്തന്. നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവന് ആരെയും ഭയക്കേണ്ട, ഒന്നിനെയും പേടിക്കേണ്ട. പക്ഷെ ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെടാൻ എന്തൊക്കെയോ ഉള്ളതുപോലെ ഇത്രയും നാളില്ലായിരുന്ന പല പേടികളും മനസ്സിലേക്ക് ഇരച്ച് കയറുക. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഇസ്ര, നീ ഇങ്ങോട്ട് നോക്ക്. ശരിയാ, എൻ്റെ അപ്പനും അമ്മയും പോയതിനു ശേഷം നമ്മളെന്നും ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും നോക്കാനില്ലായിരുന്നു. പക്ഷേ എന്നും അങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമോ? എന്നായാലും മുംബൈയിലെ ഇരുട്ടിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണ്ടേ? നീ എന്താ പറഞ്ഞു വരുന്നത്? മടുത്തടാ. എനിക്ക് മടുത്തു. നിന്റെ കൂടെ എല്ലാത്തിനും നിന്ന് തരുന്നതേ ഉള്ളൂ. ശരിക്കും മടുത്തടാ. എത്ര നാളെന്ന് വെച്ച് ഇങ്ങനെ വെട്ടും കൊലയായിട്ട് നടക്കുന്നേ? അതുകൊണ്ട് ഇത്രയും നാൾ കെട്ടി ഉയർത്തിയതെല്ലാം ഒറ്റയടിക്ക് ഇട്ടെറിഞ്ഞ് വരണമെന്നാണോ നീ പറഞ്ഞു വരുന്നേ? എടാ, അതങ്ങനല്ല. ഒരു കുടുംബം, സമാധാനത്തോടെയുള്ള ജീവിതം, അതാണ് നമുക്ക് വേണ്ടേ. ഇങ്ങനെ പോയാൽ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നേലും ഏവന്റെങ്കിലും കത്തിത്തുമ്പിലോ തോക്കിന്റെ മുന്നിലോ ചത്തു തൊലയാൻ എനിക്ക് വയ്യാത്തോണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നീ ഒന്ന് കേക്ക്. പിന്നെ പത്മ, നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവളെ കെട്ടാൻ പോകുന്നവൻ ഒരു ദുഷ്ടനാ. അവന്റെ മുന്നിൽ അവളുടെ ജീവിതം വിട്ടുകൊടുത്താൽ അതെല്ലാം അതോടെ തീരും. സ്റ്റീഫ, ജസ്റ്റ് സ്റ്റോപ്പ്. അങ്ങനെ അവളുടെ ജീവിതം മറ്റൊരുവന് മുന്നിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ട് വേണ്ടേ? ആരെ കൊന്നിട്ടായാലും അവളെ ഞാൻ കെട്ടും. പിന്നെ നീ പറഞ്ഞ സമാധാനത്തോടുള്ള ജീവിതം, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ഒരു കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കാം. അതിന് ഞാൻ ഒരിക്കലും എതിര് നിൽക്കില്ല. നിന്നെ ഞാൻ അതിലോട്ട് വലിച്ചിടുകയുമില്ല. പക്ഷെ എൻ്റെ ജീവിതം അത് ഞാൻ തിരഞ്ഞെടുത്തതാണ്. അതങ്ങനെ ഉടനെ ഒന്നും ഇട്ടെറിഞ്ഞ് പോരാൻ എനിക്ക് പറ്റില്ല. പിന്നെ എൻ്റെ കൂടെ ഉള്ളതിനെ നഷ്ടമാവാതെ സംരക്ഷിക്കാൻ എനിക്കറിയാം. സോ ഈ സംസാരം നമുക്കിവിടെ നിർത്താം. ശരി, നമുക്കിതിവിടെ വെച്ച് നിർത്താം. പക്ഷെ നീ ഒന്നോർത്തോ, നമ്മൾ ഈ പണി തുടങ്ങിയത് ഒരുമിച്ചാ. അത് തീർക്കുന്നുണ്ടെങ്കിൽ അതും ഒരുമിച്ചായിരിക്കും. അതുവരെ ഇസ്ര എവിടെ ഉണ്ടോ സ്റ്റീഫൻ അവിടെ കാണും, എൻ്റെ അവസാന ശ്വാസം വരെ. ഇവനിത് അല്ല, ഈ നേരത്ത് ധാരാ വിളിക്കുന്നേ? ഇച്ചായൻ, ദൈവമേ, എന്താണാവോ? അല്ല, നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു? അല്ല, നിന്റെ മുഖത്ത് എന്താ ഒരു വാട്ടം? ഞാൻ ഇന്നലെ മുതലേ ശ്രദ്ധിക്കുന്നതാ. അയ്യോ, അതെന്ത് പറ്റി? നിനക്ക് വയ്യേ? തലവേന എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ എൻ്റെ ഫ്രണ്ട്സാ. എന്ത്? സൂക്ഷിച്ച് നിൽക്കണേ, അവിടെ മൊത്തം വഴുക്കലായിട്ട് കിടക്കുക. ഇനി വീഡിയോ കോൾ വിളിച്ച് കഷ്ടപ്പെടണ്ട. എന്തായാലും കാണാൻ തോന്നുമ്പോൾ അങ്ങ് പോയി കണ്ടാൽ മതിയല്ലോ. എവിടാണോ എന്തോ എൻ്റെ കോഴിക്കുഞ്ഞി. ഈ പണ്ടാരനെ എങ്ങോട്ടാണാവോ? എന്താ? പത്മ എവിടെ? അവളവിടെ. അല്ല, അതറിഞ്ഞിട്ട് തനിക്കെന്തിനാ? അത് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. നീ മര്യാദയ്ക്ക് അവൾ എവിടെയാന്ന് പറയും. ഓഹോ, എന്നാ എനിക്ക് പറയാൻ സൗകര്യമില്ല. മോളെ, നിനക്കെന്നെ ശരിക്കും അറിയില്ല. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന നീ മര്യാദയ്ക്ക് അവൾ എവിടെയെന്ന് പറഞ്ഞോ? ഓ പിന്നെ, താൻ പോടോ. താൻ ആദ്യം കാര്യം പറ. അവളെ കണ്ടിട്ട് തനിക്കെന്തിനാ? ആദ്യം ഞാനല്ലേ ചോദിച്ചേ, നീ ആദ്യം അത് പറ. അത് പിന്നെ അവളാ കൊളക്കടവലുണ്ട്. ഇനി താൻ പറ, എന്തിനാ അവളെ കണ്ടിട്ട്? കെട്ടി കൂടെ പുറപ്പിക്കാൻ. എന്തേ? എന്താന്ന്? പോയാ? ചുമ്മാ പറഞ്ഞതാവും. അല്ല, എന്നാലും അതങ്ങനെ അല്ലല്ലോ. ഉള്ള സമാധാനവും കൂടി പോയി.
ശലഭമേ നീയണയുമോ എന്നരുമയായി എന്നരികിൽ സ്വർണ്ണവനികയിൽ വസന്തവുമായി തിരയുന്നിതാ എൻ ഹൃദയമേതു നിമിഷവും എന്നിരവുകൾ വിനോദമായി നിനക്കായൊരുകിടുമെൻ സ്വരവിനിമേ നീയറിയുമോ നീലശലഭമേ നീയണ എന്താ? ഏയ് സൂക്ഷിച്ച്. ഓ ഷെയർ, ഇനി എന്താ ചെയ്യാ? ഇവൾക്ക് നീന്താനും അറിയില്ലേ? ഫക്ക്. ഏയ് എടോ എഴുന്നേക്ക്. പത്മ, ഏയ് എന്താ ചെയ്യാ? ദൈവമേ, ഇത് പോയിട്ട് കുറേ നേരം ആയല്ലോ, അവളെയും കാണാനില്ല. ഒന്ന് പോയി നോക്കിയാലോ? ഇത് രണ്ടും എവിടെ? ആ, ദൈവമേ, എന്റെ കൃഷ്ണ. പവി, എന്താണീ പറ്റിയേ? താൻ എന്താണോ ഇവളെ ചെയ്തേ? ഞാൻ അപ്പോഴേ നോക്കി വച്ചതാ തന്നെ. തനിക്ക് ഇതായിരുന്നല്ലേ മനസ്സിലിപ്പ്? കുറച്ചെങ്കിലും നാണുണ്ടോടോ തനിക്ക്? നിനക്ക് എന്താടി പെങ്കൊച്ചേ വയ്യേ? കാര്യം അറിയാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഓഹോ, അനാവശ്യം കാണിച്ചതും പോരാ, എന്നോട് ചൂടാവുന്നു. ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എല്ലാരെയും വിളിച്ചു കൂട്ടാൻ പോവാ. അല്ല, അത് പിന്നെ ഞാനൊന്നും പറയില്ല. കേട്ടല്ലോ, അവൾ കാൽ തന്നെ അറിയാണ്ട് കുളത്തിൽ വീണ് നീന്താൻ അറിയാണ്ട് കിടന്ന് പടച്ചപ്പോൾ ഞാനാണ് രക്ഷിച്ച് കരയ്ക്ക് കയറ്റിയത്. പിന്നെ അവൾക്ക് ബോധം വരാത്തോണ്ട് ജസ്റ്റ് കൃത്രിമ ശ്വാസം കൊടുത്തു. അപ്പോഴാ നീ കയറി വന്ന്. അല്ലാണ്ടൊന്നുമില്ല. ഓഹോ, താൻ പറഞ്ഞതെല്ലാം ഓക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൾ കുളയ്ക്കുന്ന കോളായത്. അപ്പോൾ അതേ കുളത്തിൽ വീണ് അവൾ നീന്തൽ അറിയാതെ കിടന്ന് പിടഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പിന്നെ ഞാൻ എന്താ പറയാ? അപ്പോൾ അവൾക്ക് നീന്താൻ അറിയായിരുന്നോ? ബെസ്റ്റ്. അടിയൊഴുക്കുള്ള പുഴയിലാണെങ്കിൽ പോലും അവൾ സുഖമായിട്ട് നീന്തി വരും. താറാക്കുഞ്ഞിനെ ആരെങ്കിലും നീന്തൽ പഠിപ്പിക്കാൻ നിൽക്കുമോ? Playing with a playboy. Then it will be more interesting. താമരയുടെ സമ്മതത്തോടെ അതിനെ പറിച്ചെടുത്താൽ അതിലെന്താ തെറ്റ്? എന്തേലും പറഞ്ഞായിരുന്നോ? ഏയ് ഒന്നുമില്ല. എന്നാ നീ ചെല്ല്. പിന്നെ ഇവിടെ നടന്നത് വല്ലതും ആരേലും അറിഞ്ഞ താൻ എന്തോ ചെയ്യും? സ്റ്റീഫൻ്റെയും നിൻ്റെയും കാര്യം ഞാനും അങ്ങ് പറയും, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എൻ്റെ ദൈവമേ, എന്നെ അങ്ങ് കൊല്ല്. ഇവിടെ എന്തൊക്കെയായി നടക്കണേ? ഞാൻ എന്തിനാ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് പെടുന്നേ? മോൻ ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ മറ്റേ മോനോട് ചോദിച്ചപ്പോൾ എങ്ങോട്ട് പോയിന്ന് പറഞ്ഞു. അതാ ഞാൻ നോക്കി വന്നേ. ഞാനൊന്ന് കുളത്തിൽ ഒന്ന് പോയതാ. അല്ല, ഇതെന്താ മുഴുവൻ നനഞ്ഞിരിക്കുന്നേ?
അല്ല അത് പിന്നെ ഞാൻ അറിയാണ്ട് ഒന്ന് കാല് വഴുതി കുളത്തിലോട്ട് വീണതാ. എൻ്റെ കൃഷ്ണ, കുളത്തിലോ? അവിടെ മൊത്തം വെള്ളം കയറി വഴുക്കലായിട്ട് കിടക്കാം. എന്തായാലും പറ്റിയിരുന്നെങ്കിലോ? ഇങ്ങ് വാ, ഞാൻ തല തോർത്ത് തരാം. ഏയ് അതൊന്നും വേണ്ട. ഒന്നാതെ മോൻ ഇതൊന്നും ശീലമില്ലാത്തതായിരിക്കും. വെറുതെ എന്തിനാ ഓരോ അസുഖങ്ങൾ വരുത്തി വയ്ക്കുന്നേ? ഇങ്ങ് വാ. മതി, ഇനി ഞാൻ തുടച്ചോളാം. എന്നാ മുമ്പ് ഈ തുണിയൊക്കെ മാറ്റിയിട്. ഞാൻ കുറച്ച് ചുക്ക് കാപ്പി കൊടുത്തുവിടാം. ഇനി ഇത് കാരണം ജലദോഷമൊന്നും പിടിക്കണ്ട. ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒന്നും പറയണ്ട. മോൻ്റെ അമ്മയെപ്പോലെ കണ്ടാൽ മതിയെന്നേ. നീയും എനിക്കെൻ്റെ മോൻ തന്നെയാ. എന്നാ മോൻ ചെല്ല്. സംതിങ് ഈസ് റിയലി റോങ്. കോപ്പേ, നീ ഇവിടെ നിൽക്കുമായിരുന്നു. നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി. എന്തിനാ ഇങ്ങനെ അവിടെ നിന്ന് കാറുന്നേ? ഓ, ഇവിടെ എന്താ നടക്കുന്നെന്ന് വല്ലതും അറിയോ നിനക്ക്? എന്താടാ പുല്ലേ, വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ. ആരെങ്കിലും ചത്തോ? ഈ പോക്കാണെങ്കിൽ ചാവും, ഞാനും നീയും. എന്ത്? അങ്ങേര് വിളിച്ചിരുന്നു. ആര്? ഇടാ, ഇച്ചായ മുംബൈയിൽ നിന്ന് വിളിച്ചിരുന്നെന്ന്. ഓ, ഇച്ചാനോ? ഇച്ചാൻ അങ്ങനെ വെറുതെ വിളിക്കാറില്ലല്ലോ. വെറുതെ വിളിക്കാറില്ല. അത് തന്നെ കാരണം. നമ്മൾ മുംബൈയിലല്ല കേരളത്തിലാണെന്ന് അറിഞ്ഞിട്ട് ഇച്ചായ മുംബൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഡീൽസും പാരീസിലെ ഡീൽസും തമ്മിൽ മൊത്തം മിക്സായി കിടക്കുക. ഓ ഇതെല്ലാം കൂടി മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും. ഇനി എന്റെ മെക്കിട്ടേറ്. ഞാൻ ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ബാക്കി ഇനി എന്താവും എന്തോ. ഒന്നാമത് മുംബൈയിലെയും പാരീസിലെയും ഡീൽസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒന്ന് ബിസിനസ് ഡീൽസും ഒന്ന് വെപ്പൺ ഡീൽസും മറ്റു കാര്യങ്ങളും. ഈ രണ്ടും കൂട്ടിയിട്ട് എന്താവും എനിക്ക് ഒരു പിടുത്തവും ഇല്ല. സ്റ്റീഫൻ, നീ എന്താന്ന് വെച്ചാൽ ഡീൽ ചെയ്തോട്. എനിക്ക് കുറച്ച് ടൈം വേണം. ഇച്ചാൻ ഇനി വിളിക്കുകയാണെങ്കിൽ ഒരു 1 വീക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അല്ലാതെ കോപ്പ് ഇതൊന്നും ഒരു നടക്കി പോകൂല. അത് ഞാൻ എന്തെങ്കിലും ചെയ്യാം. അല്ല, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ റൂമിലോട്ട് പോവാ. ഇവനിതെന്താ പറ്റിയേ? മൊത്തത്തിൽ തീ പിടിച്ച് നടക്കുവാണല്ലോ. അല്ല, ഇവളെന്താ ഇവിടെ? ദൈവമേ, ഇതെന്താ ഇങ്ങനെ നോക്കണേ? കോപ്പ് എന്തായാലും മിണ്ടണമല്ലോ. ഇതിപ്പോൾ എങ്ങനെ ഒന്ന് ചോദിക്കുക? എന്താ ഇവിടെ? ഓ, കോഫി ഉണ്ടോന്നാണോ? അതവിടെ വച്ചേക്ക്. അല്ല, എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ. അത് കാണാനില്ലല്ലോ. ഇതെവിടെ പോയി? കുളത്തിലെങ്ങാനും പോയോ ആവോ കോപ്പ്? ഇതാണോ തപ്പുന്നേ? അതെ, ഇത് തന്നെ. അല്ല, നിനക്കിത് വാട്ട്? എന്താണ് മാഷെ അന്താളിച്ച് നിൽക്കണേ? നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? ഷടാ, ഇയാൾക്ക് ചെവി വെക്കാനും പാടില്ല. നിനക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നാണല്ലോ ഇവിടെ ഉള്ളവർ പറഞ്ഞു. ഞാൻ അവരോടൊന്നും സംസാരിക്കാറില്ലല്ലോ, അതാ അവരെങ്ങനെ പറഞ്ഞു. എന്താന്ന്? താനാദ്യം ആ വാടച്ചിട്ട് കാപ്പി എടുത്ത് കൊടുക്കി. ഞാൻ കാരണം നിനക്ക് ജലദോഷം വന്നൊന്നും വേണ്ട. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അല്ലേ? സാരല്ല, എല്ലാം വഴിയേ മനസ്സിലാവും. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഞാനീ കാപ്പി തരാൻ വന്നതല്ലേ. Do you think I'm a fool? I don't know, maybe. What? അല്ല, അതിന് താനെന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നേ? അതിന് ആര് വിറച്ചു? നിനക്ക് തോന്നുന്നതാ? ആണോ? എനിക്ക് തോന്നുന്നതാ? എന്താ നിന്റെ ഉദ്ദേശം? ചുമ്മാ തന്നെ ഒന്ന് ഇങ്ങനെ അടുത്ത് കാണാൻ. Don't try to play with me, okay? And what if I do? നിനക്ക് എന്താ വേണ്ടേ? രാവിലെ പൂളിൽ വെച്ച് തുടങ്ങിയതാ. നീന്തൽ അറിയായിരുന്നിട്ട് അറിയാത്തതായിട്ട് അഭിനയിക്കുക, സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സംസാരിക്കുക. എന്താ ശരിക്കും നിന്റെ പ്രശ്നം? അതിന് എനിക്ക് നീന്തലറിയില്ലെന്നും ഞാൻ സംസാരിക്കില്ലെന്നും തന്നോട് ഞാൻ പറഞ്ഞു. എന്നെ കണ്ടിട്ടൊരു പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്?
പിന്നല്ലാതെ അവളെപ്പറ്റി ഒന്നും അറിയാതെ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്ന് പറയുന്നവനെ പൊട്ടനെന്നല്ലാതെ അവൻ എന്താ പറയുക? വാട്ട്? എന്നെ സ്വന്തമാക്കണമെന്ന് ഒത്തിരി തവണ പറഞ്ഞു നടപ്പുണ്ടായിരുന്നല്ലോ. ഞാനീ പറഞ്ഞതും എൻ്റെ പേരും നാടും വീടും അല്ലാതെ എന്നെക്കുറിച്ച് എന്തറിയാം? എന്തറിഞ്ഞിട്ടാ? ശരിയാ, ഒന്നും അറിയില്ല. ഒന്നും അറിഞ്ഞിട്ടല്ല നിന്നോട് ഇഷ്ടം തോന്നിയത്. ഇനിയൊന്നും അറിയണമൊന്നുമില്ല. കാരണം ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്, നിന്റെ സാഹചര്യങ്ങളെ അല്ല. പറ്റില്ല. നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, ഈ തറവാട് മുഴുവനും നാശത്തിലേക്കായിരിക്കും പോകുന്നത്. വാട്ട് ഡു യു മീൻ? ഞാൻ പറയാം, എല്ലാം പറയാം. പക്ഷെ ഇപ്പോഴല്ല. പിന്നെ? ഇന്ന് രാത്രി 11 മണി കഴിയുമ്പോൾ താൻ കുളക്കടവിലോട്ട് വന്നാൽ മതി. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. തൻ്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരാം. യാ, ഓക്കെ, ഞാൻ വരാം. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കെന്നെ വേണ്ടാന്ന് തോന്നിയാലോ? എന്നെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞ നാവുകൊണ്ട് തന്നെ എന്നെ വെറുപ്പാണെന്ന് പറഞ്ഞാലോ? ഈ എസ്ര എന്തിനെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് പെട്ടതാ. അതിൽ നിന്നിന് പുറകോട്ടില്ല. പിന്നെ നിന്നെ വെറുപ്പാണെന്ന് എൻ്റെ നാവിൽ നിന്ന് വീഴുന്നതിനേക്കാൾ ഭേദം ഞാനങ്ങ് മരിച്ച് മണ്ണോടടിയുന്നതാ. അത്രമേൽ ആഴത്തിലാണ് നീ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞത്. ഞാനിത് വിശ്വസിച്ചോട്ടെ? ഉറപ്പായും ഇതെൻ്റെ വാക്കാ. ഇതുവരെയും പറഞ്ഞതിൽ ഉറപ്പോടെ തന്നെ ഞാൻ പറയും, നീ എൻ്റെയാ. പിന്നെ നിന്റെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി നിന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വരാൻ ഞാൻ സമ്മതിക്കില്ല. പവി, മോളെ നീ എവിടെയാ? ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരോ വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാൻ പോവാ. രാത്രിയാണ്. പിന്നെ ഞാൻ സംസാരിച്ചത് ഇവിടെ ആരും അറിയണ്ട. ആയിക്കോട്ടെ, ഞാൻ ആരോടും പറയില്ല. പിന്നെ ഒരു ഡോക്ടറായ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാം, ഇങ്ങനെയൊന്നും ആർക്കും കൃത്രിമ ശ്വാസം കൊടുക്കരുത്. ആള് പാടിയായിപ്പോ. ഏയ്, അതോർത്ത് പേടിക്കണ്ട. ആ കൊടുത്തതിൻ്റെ അവസാനത്തെ. എന്താണ് മോളെ ഒരു മൈൻഡില്ലാത്ത? മൈൻഡ് ചെയ്യാൻ നീ ആര്? സിനിമ നടന? ഒന്ന് മാറിക്ക് സ്റ്റീഫ. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? മുന്നേ ആയിരുന്നെങ്കിൽ ഫുൾ ടൈം വീഡിയോ കോളും ഫോൺ കോളും വിളിച്ച് മിസ് യു എന്ന് പറഞ്ഞിട്ട് നടപ്പായിരുന്നല്ലോ. ഇപ്പൊ എന്താ? അപ്പൊ പറയും, കാരണം നീ അന്ന് മുംബൈയിലായിരുന്നു. ഇപ്പൊ ഫുൾ ടൈം ഇവിടെ തന്നെ ഇല്ലേ? അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ മൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേണേ മതി, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടാ. ഓഹോ, എന്നാ ആയിക്കോട്ടെ. അതൊക്കെ ഞങ്ങളുടെ മുംബൈയിലെ പെമ്പിള്ളേര്. പെമ്പിള്ളേര്? പെമ്പിള്ളേര്? പെമ്പിള്ളേരിങ്ങനെ റോഡിൽ കൂടെ ഒക്കെ നടന്നു കാണാം. ഞാൻ നോക്കാറില്ല. എൻ്റെ അച്ചൂടുള്ളപ്പോൾ ഞാൻ എന്തിനാ വേറെ പെമ്പിള്ളേരെ നോക്കുന്നേ? എന്നാ നിനക്കൊള്ളാം. അല്ല, ഇനി നോക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. 6 കണ്ണും ഞാനങ്ങ് കുത്തിപ്പൊട്ടിക്കും, അത്ര തന്നെ. പിന്നെ നോക്കില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. കണ്ണില്ലാണ്ട് ഞാനെങ്ങനെ നിന്നെ കാണും? ഇവിടെ നിന്ന് ഇനിയും ചളി അടിക്കാനാണല്ലേ? ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ചെയ്തങ്ങ് കാണിക്കും. മര്യാദയ്ക്ക് മാറിക്കും. ഞാൻ അങ്ങനെ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? മൂക്കാൻ വേണ്ടി ഇടിച്ച് പരത്തും, അത്ര തന്നെ. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഇനി അങ്ങനെയൊക്കെ തന്നെയാണ്. നിന്നെ കൂടുതൽ അടുപ്പിച്ചാല് ശരിയാവൂല. ഇന്നത്തെ ക്ഷീണം ഇതുവരെ മാറിയില്ല. അപ്പോഴേക്കും വന്നേക്കാ കുണിങ്ങി. നീ മാറി നിന്ന് അങ്ങോട്ട്. എനിക്കൊരു 100 കൂട്ടം പണിയുള്ളതാ അതിൻ്റെ ഇടയ്ക്കാ. ഓ, എന്താണാവോ ഭവതിക്ക് ഇത്രയും മാത്രം ഇവിടെ പണി? അറിഞ്ഞിട്ടെന്തിനാ? നീ വന്ന് ചെയ്തുതരോ? ഇല്ലല്ലോ. എന്റെ പൊന്നോ ഇല്ല, ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. പറയാൻ പറ്റുവാണെങ്കിൽ പറ. അത് പത്മയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നോട് കൊഞ്ചുകൊണ്ട് നിൽക്കാൻ നേരമില്ല. സ്റ്റീഫ, ഞാൻ മര്യാദയ്ക്ക് പറയാൻ മാറിക്കോ. മാറാൻ സ്റ്റീഫ. പോയാ? എന്നാലിതെവിടെ? എന്ത്? ഒന്നുമില്ല. ഇനി ഇവിടെ നിന്നാ ശരിയല്ല. എസ്കേപ്പ്. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അല്ല, അവിടെ നിന്റെ ഓപ്പോണന്റ് വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ആര്? നിന്റെ പെണ്ണിനെ കിട്ടാൻ പോകുന്നവൻ. അല്ലാണ്ടാര്? ആ മഹാൻ ഇന്നലെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓഹോ, ഇത്ര പെട്ടെന്ന് തന്നെ വന്നോ? എന്നാ അടിയനൊന്ന് പോയി ദർശനം കൊടുത്തേച്ചും വരാം.
എടാ നീ വെറുതെ ഇപ്പോഴേ പ്രശ്നത്തിനൊന്നും നിൽക്കരുത്, നമുക്ക് ടൈമുണ്ട്. ഓക്കെ? ഹേയ്, എന്തോ പ്രശ്നം? എന്നോട് മുട്ടി നിൽക്കാനുള്ള കെൽപ്പുള്ളവനാണോ എന്നൊന്നും അറിയണം. പിന്നെ മുടിഞ്ഞവനെ ഞാനൊന്ന് പോയി കണ്ടേച്ചും വരാം. ചെല്ല്. അത് പിന്നെ സാറേ, അവള് രാത്രി പുറത്തിറങ്ങി ഓടിയതാ ഇത്രയും പ്രശ്നമായത്. ഞങ്ങള് അത് ഡീൽ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാ അവൻ ഇടയ്ക്കേറി വന്നേ. നിനക്കൊന്നും പറയാൻ തന്നെ നാണില്ലല്ലോ. നീയൊക്കെ ഇത്ര എണ്ണം ഉണ്ടായിരുന്നിട്ടും ഒരുത്തൻ ഇവിടെ വന്ന് അടിച്ചിട്ട് പോയിക്കുന്നു. പിന്നെ നിന്നെയൊക്കെ എന്തിനാടാ പൈസ എണ്ണി തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ചിരക്കാനോ? ശരിയാ, അവൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ മുട്ടി നിൽക്കാൻ പറ്റിയില്ല. അതെ സാർ, ആള് അത്ര നിസ്സാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹി ഓൾസോ ഹാഡ് എ ഗൺ വിത്ത് ഹിം. ഗണ്ണോ? യാ, അതും ലോക്കൽ ലൈസൻസ് ഉള്ളത് പോലും അല്ല. ഇറ്റ് സീംസ് മോർ. ഓഹോ, അപ്പോ അവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു. വരട്ടെ, അവന് എത്ര നാൾ ഒളിച്ചിരിക്കാൻ പറ്റുമെന്ന് നോക്കാമല്ലോ. അതിന് ഒളിച്ചിരുന്ന് കണ്ടവന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞാൻ നീയല്ലല്ലോ മോനെ രുദ്ര. സാർ, ഇതാ അവൻ ഇന്നലെ രാത്രിയില്. വാട്ട്? ഇവനോ? ആഹാ, നീയൊക്കെ രണ്ടും ഉണ്ടായിരുന്ന കൂടെ, അപ്പോ എല്ലാം അറിഞ്ഞാണല്ലോ. നീ എന്താ ഇവിടെ? എന്ത്, എൻ്റെ പെണ്ണുള്ളിടത്തല്ലേ എനിക്ക് നിൽക്കാൻ പറ്റൂ? നിന്റെ പെണ്ണോ? ഉപ്സ്, ഐ മീൻ നീ കെട്ടാൻ പോകുന്ന പെണ്ണ്. പക്ഷേ അതിന് നടക്കാത്തതുകൊണ്ട് മോനതങ്ങ് മറന്നേക്കേ. അത് പറയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഡാ, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? അതിനു മുന്നേ ഞാൻ ആരാണെന്ന് അറിയോ നിനക്കൊക്കെ? ഇന്നലെ എൻ്റെ മുന്നിൽ നീയൊക്കെ ജീവനോട് രക്ഷപ്പെട്ടത് തന്നെ നിൻ്റെയൊക്കെ ഭാഗ്യം. പക്ഷേ ഇനി ആ ഭാഗ്യം കൂട്ടിന് വരത്തില്ല. വേണ്ടി വന്നാൽ ഇവിടെ വച്ച് തീർക്കാൻ എനിക്കറിയാം. പക്ഷേ അതിനൊരു സുഖമല്ല. സോ നമുക്ക് കളിച്ച് തന്നെ ജയിക്കാന്നേ. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യും. പക്ഷെ അവസാനം ജയിക്കാൻ പോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും. സോ നമുക്കിനിയും കാണാം. സാർ എന്താ ഒന്നും മിണ്ടാത്തെ? അവൻ ഇത്രയും പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ലുക്ക് ലൈക്ക് വി മിസ്ഡ് സംതിങ്. മിസ് ചെയ്തെന്നോ? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പോയത് ആരാന്നറിയോ? ആരാ? ദ ഗ്രേറ്റ് ബിസിനസ് ടൈക്കോൺ മിസ്റ്റർ എസ്ര എബ്രഹാം ഖുറേഷി. വാട്ട്? ഇതാണോ AK ഗ്രൂപ്പിന്റെ? യാ, അതന്നെ. ബട്ട് ദ തിങ് ഈസ്, എനിക്കറിയാവുന്ന എസ്ര ഇതല്ല. ഐ മീൻ ഇങ്ങനല്ല. അപ്പോൾ സാറിന് മുന്നേ പരിചയമുണ്ടോ ഇവനെ? ആ, അങ്ങനെയും പറയാം. ബട്ട് ഹി ഡിഡ്ന്റ് റെക്കഗ്നൈസ് മീ. ഐ മീൻ അവൻ എന്നെ മനസ്സിലായില്ല. അതോ ഇനി മനസ്സിലാവാത്തതായിട്ട് അഭിനയിക്കുവാണോന്നും അറിയില്ല. എനിവേ, ഹി ഈസ് എ നൈസ് പ്ലെയർ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളെ പറഞ്ഞത് ശരിയാ, അവൻ നിസ്സാരക്കാരനല്ല. ഐ തിങ്ക് നമ്മളെ പോലെ തന്നെ ഈ തറവാടിൻ്റെ രഹസ്യം അവനും അറിഞ്ഞു കാണണം. അത് തന്നെ ആയിരിക്കണം അവൻ്റെ ലക്ഷ്യം. അല്ലാതെ ഒരു പെണ്ണിന് വേണ്ടി നോ വേ. പാരീസിലെ റോയൽ ഫാമിലീസിലെ ഗേൾസുമായിട്ട് ഈവൻ ബിസിനസ് അലയൻസിന് പോലും തയ്യാറാവാത്തവന്. സോ അവൻ എന്തോ പ്ലാൻ ചെയ്തിട്ടായിരിക്കണം വന്നിരിക്കുന്നത്. വാട്ടെവർ. പക്ഷേ ഇവനെ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് എനിക്കറിയാം. അതിന് പറ്റിയ ഒരാളെ അവനായിട്ട് അങ്ങ് ഉണ്ടാക്കി വച്ചിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ അവൻ വന്ന് ഇത്രയും പറഞ്ഞിട്ടോ സാർ ഒന്നും മിണ്ടാത്തത്, അത് മോശമായിപ്പോയി. ഞാനൊന്നും പറയാത്തതല്ല, അതിന് സമയമായിട്ടില്ല. പിന്നെ നമ്മുടെ ലക്ഷ്യം ഇവനല്ല. അതുമല്ല, ഇവൻ ഈ പറയുന്ന പെണ്ണ്, ആ പത്മ, അവൾ ഇതിനു മുന്നേ എനിക്ക് സ്വന്തമായതാണെന്ന് ഇവൻ അറിയുന്നില്ലല്ലോ. സോ ഇവനെ നമുക്കങ്ങ് വിട്ടേക്കാം. ഇവനുള്ളത് വഴിയേ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങ് ഫ്ലൈറ്റും പിടിച്ച് വരുത്തിക്കുന്നുണ്ട്. ഹലോ, എന്താണ് പൊന്നനിയോ, സുഖല്ലേ? ഓ, എൻ്റെ സുഖവിവരം തിരക്കാൻ നിങ്ങളോട് ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ളതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റീഫനെ വിളിച്ചാൽ പോരെ? ഓ പിന്നെ, ഇനി സ്റ്റീഫനെ വിളിച്ചാലും നീ എന്താണോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അതല്ലേ അവനും മൊഴിയത്തോളൂ. അതിലും ഭേദം നിന്നെ വിളിക്കുന്നതാ. പിന്നെ എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തോലയ്ക്ക്. എന്നതാടാ ഊവേ നിനക്കൊരു സ്നേഹമില്ലാത്ത? ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഇച്ഛായനല്ലേ? കോപ്പാണ്. വേണ്ടേ, ഒരേപോലത്തെ ഫേസ് ഉണ്ടെന്ന് വെച്ചിട്ടേ നിങ്ങൾ എൻ്റെ അല്ല സ്റ്റീഫൻ്റെ ഇച്ഛായനാണ്, അത് മറക്കണ്ട. ഈ പുല്ലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതറിയാലോ, പിന്നെന്തിനാ? വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ആ ഫോണൊന്ന് വയ്ക്കേ. ഓ, എന്ത് കുന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ട്. ഞാൻ വിളിച്ച കാര്യം പറയാം. നീ ഇപ്പോൾ കേരളത്തിലാണെന്നല്ലേ പറഞ്ഞേ? അത് പിന്നെ അങ്ങോട്ട് ഫ്ലൈറ്റും പിടിച്ച് ഒരു വള്ളി വരുന്നുണ്ട്. സംഭവം എനിക്കുള്ളതാ, പക്ഷെ നീ ഒന്ന് നൈസിന് ഡീൽ ചെയ്യണം. അവൻ കുറച്ച് സീനാണ്. എൻ്റെ ദൈവമേ, നിങ്ങൾക്ക് എന്തോന്നാ കുഴപ്പം? മനുഷ്യനോട് ഉള്ളത് കൊണ്ട് തന്നെ ഇരിക്കാൻ പുറത്തില്ല. അപ്പോഴേ വേറൊരെണ്ണം. എടാ, നീ വിചാരിക്കും പോലെ അങ്ങനത്തെ വള്ളിയല്ല ഇത്. എൻ്റെ ജീവിത പ്രശ്നമാണ്. സോ ഹാൻഡിൽ വിത്ത് കെയർ.
ഇത് എൻ്റെ വായിരിക്കുന്ന കേൾക്കരുത്. എന്നാൽ പിന്നെ നിങ്ങൾ വന്നങ്ങ് ഉണ്ടാക്ക്. അയേഷ് അങ്ങനെ പറഞ്ഞൂടാ. നമ്മൾ രണ്ടും കൂടി ഒരു ഫ്രെയിമിൽ വന്ന് അറിയാലോ, കാണുന്നവർക്ക് കൺഫ്യൂഷൻ അടിക്കും. ഇതിപ്പോ വരുന്നവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഓ, നിങ്ങളൊന്ന് വച്ചിട്ട് പൊക്കേ, ഞാൻ എന്തേലും ചെയ്തോളാം. ആ മതി മതി, അത് മതി. അല്ല, കേരളത്തിൽ നിങ്ങളിപ്പോ എവിടാ? അറിഞ്ഞിട്ട് എന്തിനാ? ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ ഒന്ന് പറയടാ. ഒരു നാട്ടിൻപുറത്താ. എന്തായിരുന്നു? ആ, തിരുമനക്കാവ്. വാട്ട്? തിരുമനക്കാവിലോ? നിങ്ങളെന്താ അങ്ങോട്ട് പോയേ? ഓ, എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, അത്ര തന്നെ. ഓക്കെ ഓക്കെ. ഇപ്പോൾ എക്സാക്റ്റ് എവിടെയാ നീ നിൽക്കുന്നത്? ആ, ഏതൊരു തറവാട്ടില്ല, ലൈക്ക് മംഗലത്തോ അങ്ങനെ കണ്ട്. മംഗലത്ത് തറവാട്? എന്താ? ഹലോ ഹലോ. ഇനി കാണുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷൻ അടിച്ചാലും വേണ്ടൂല. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഫ്രെയിമിൽ കയറേണ്ട നേരായി. വാട്ട്? നിങ്ങൾക്ക് എന്താ വട്ടാണോ? നിങ്ങളിപ്പോൾ മുംബൈ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ ശരിയാവാ? എനിക്കല്ല, ഇനി അറിയാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിനക്ക് വട്ട പിടിക്കാണ്ട് നോക്കിക്കോ. പിന്നെ ഇവിടത്തെ കാര്യങ്ങൾ അത് ഞാൻ ഡീൽ ചെയ്തിട്ട് വന്നോളാം. ഈ 2-in-1 കളി നിർത്താനുള്ള നേരായി. അപ്പോൾ എങ്ങനെ, അടുത്ത എപ്പിസോഡിൽ കാണുമല്ലേ? എന്താ? ഹലോ ഹലോ. ശേ, ഇങ്ങരുതെന്തോ നീ പറയുന്നേ. ആ, എന്തേലും ആയിക്കൊണ്ട് പോട്ടെ. ക്രിസ്റ്റി, എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ? ആ സാർ, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഫ്ലൈറ്റിന് ടൈമായി, നമുക്ക് ഇറങ്ങിയാലോ? യാ, ഐ ആം കമ്മിങ്.